ഗുഡ് ടൈംസ്. അഭിനവ് സുന്ദർ നായക് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിനു ശേഷം രണ്ടാമതായി ഡയറക്ടർ കുപ്പായം അണിഞ്ഞ ഒരു സിനിമയാണ്. 2.25 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ഒരു സിനിമയാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് സിനിമയുടെ കഥ പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഫിലിമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം മലയാളത്തിൽ തന്നെ ആയിട്ട് ഒരു 50 സിനിമയെങ്കിലും സിനിമയുടെ കഥ പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. അത്രക്കധികം സിനിമ, ഒരുപാട് സിനിമകൾ കൾട്ട് ലെവലായിട്ടുണ്ട്. ഉദയനാണ് താരം പോലുള്ള സിനിമ, ഇപ്പോൾ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, അത് ക്ലാസിക് നേച്ചറുള്ള സിനിമ. അതുപോലെ എത്രയോ സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്ലീഷ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഇത് നല്ല രീതിയിൽ ആൾക്കാരുടെ മുമ്പിൽ എത്തണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എബോവ് ആവറേജ്. അതായത് സാധാരണ നിൽക്കുന്ന ലെവലിൻ്റെ സിനിമകളെക്കാട്ടും എത്രയോ ഉയരത്തിൽ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയാലേ ഇത്തരം സിനിമകൾ വിജയിക്കാനുള്ള സാധ്യതയുള്ളൂ. അത് ഇവിടെ നടന്നിട്ടില്ല എന്നാണ് തിയേറ്ററിൽ ഈ സിനിമയുടെ റണ്ണിങ് കണ്ടപ്പോൾ മനസ്സിലായ ഒരു സംഭവം. അതിൽ മെയിനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ 2.25 മണിക്കൂർ നേരം. അതും നമ്മളതിനെ ഒന്ന് ബേസിക്കലി ഒന്ന് ക്രോസ് കട്ട് ഇവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ബാക്കിലാണ് ഈ ഒരു 2.25 മണിക്കൂറും. ഇയാളുടെ ഒരു യാത്രയിലുള്ള സംഭവങ്ങൾ വലിയ രീതിക്ക് വ്യത്യാസം വരുന്നൊന്നുമില്ല. ഒരു ബേസിക് സംഭവത്തിൻ്റെ റിപ്പീറ്റേഷൻ എത്ര നേരം ഇത് കണ്ടിരിക്കാൻ പറ്റും? മടുപ്പിക്കുന്നതായിരുന്നു പല സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് OTT റിലീസായതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് മടുത്തിരിക്കുന്നത്. ഇത് നേരെ മറിച്ച് ഒരു തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ ഈ സിനിമയുടെ കൂടെ അഡീഷണൽ വരുന്ന ഒരു 3 മണിക്കൂറും കൂടി ഉണ്ടാവും. ട്രാവലും അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ, കൂടാതെ അഡീഷണൽ മൂവി കാണുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസും, ഇതെല്ലാം വെച്ച് നോക്കിയിട്ടാണ് ഒരു മനുഷ്യൻ്റെ ആസ്വാദന രീതി കംപ്ലീറ്റ് ആവുന്നത്, ഫൈനലൈസ്ഡ് ആയിട്ട് ഉൾത്തിരിഞ്ഞു വരുന്നത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. സിനി ഫൈൽസിന് വേണ്ടി മാത്രം ഒരു സിനിമ എടുത്തിട്ട് വിജയിപ്പിച്ച് പ്രൊഡ്യൂസറിൻ്റെ കാശിൽ പൈസ കൊണ്ടുവരാൻ പറ്റൂല. ഞാൻ 2012 ഷോർട്ട് ഫിലിം എടുത്തിട്ടുള്ള ആളാണ്. കുറേ ആൾക്കാരെ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അതിന് മുന്നേ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. അതിൻ്റെ ഫോട്ടോസ് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ വെക്കാം. അപ്പോൾ അതുപോലെ നടന്നിരിക്കുന്ന ആൾക്കാർ ഏകദേശം 2000 to 2010 സിനിമയുടെ ബാക്കിൽ നടന്ന ആൾക്കാർക്കെല്ലാം കുറേ കണക്റ്റഡ് ആവും. പക്ഷെ ആ കണക്ഷൻ തന്നെ 2.25 മണിക്കൂർ നേരം പോയിരുന്ന് കണ്ട് നൊസ്റ്റു അയവർക്കാനൊന്നും നമുക്കില്ല, പ്രാക്ടിക്കൽ സൈഡ് ചിന്തിക്കുമ്പോൾ. അപ്പോൾ അതും ആലോചിക്കേണ്ടതാണ്. അല്ലാതെ കുറേ നൊസ്റ്റാൾജിയ കൊണ്ടുപോയി വെച്ച് കുറേ മൊബൈൽ ഫോൺസ്, ഓർക്കുട്ട്, ഫേസ്ബുക്ക്, ആ സിനിമ ആ സമയത്തുണ്ടായിരുന്ന ഏതെങ്കിലും മൂവീസിൻ്റെ എക്സ്പീരിയൻസ്, അതൊന്നും മാത്രം കണ്ടതുകൊണ്ട് ഒരു സിനിമയാവില്ല. നൊസ്റ്റാൾജിയ അലോൺ വൺ സെൽ, അതാണ് ഇവിടെ കണ്ടത്. വയോ ലാപ്ടോപ്പ് അങ്ങനത്തെ എല്ലാം വെച്ച് കഴിഞ്ഞാൽ സംഭവം നടക്കാൻ പോകുന്നില്ല. ക്രാഫ്റ്റ് വൈസ് ഗുഡാണ്, ടെക്നിക്കൽ ക്വാളിറ്റി ഉണ്ട്. ആക്ടേഴ്സ് എല്ലാം എസ്പെഷ്യലി നസ്ലിൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വിനീത് ശ്രീനിവാസനൊക്കെ പല സിനിമകളിലും കാണുന്ന പോലെ തന്നെ കുറച്ച് ഓവർ ദ ടോപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഇങ്ങനെ 2.25 മണിക്കൂർ നേരം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ആ ക്ലൈമാക്സ് ഒക്കെ വളരെ ഒരു വീക്കും ശോകമൊക്കെ ആയിട്ടാണ് പേഴ്സണലി എനിക്ക് അനുഭവപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിനിമക്കുള്ളിൽ ചതി, സിനിമക്കുള്ളിലെ തെറി, സിനിമക്കുള്ളിലെ വൃത്തികേട്, സിനിമക്കുള്ളിലെ സ്കാം, ഇതെല്ലാം ഇഷ്ടം പോലെ കണ്ടിട്ടില്ല. ഒരു 50 വർഷം മുന്നേയും 1982 മറ്റേ ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്ക് ആക്കിയപ്പോൾ അന്ന് തമിഴ്നാട്ടിൽ നടക്കുന്ന വൃത്തികേടും ചെറ്റത്തരങ്ങളും ഒക്കെയാണ് കണ്ടത്. ഫെയിലിയർ ആവുന്ന ആൾക്കാർ, ചതിക്കപ്പെടുന്ന ആൾക്കാർ, ഇതെല്ലാം കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് മക്കളെ. അതെല്ലാം പുതിയൊരു ബോട്ടിലിട്ട് കുറച്ച് നൊസ്റ്റാൾജിക് എലമെന്റ്സ് ഒക്കെ വെച്ച് പുതിയൊരു രീതിയിൽ കട്ട് ചെയ്ത് സിനിമ എഡിറ്റ് ചെയ്തൊന്നും ഇറക്കിയ സംഭവം ഇതാവില്ല. എനിക്ക് പേഴ്സണലി ഒരു OTT കണ്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം. അതും ഇത് നമുക്കിത് റിവ്യൂ ചെയ്യേണ്ടതുകൊണ്ട് ഇരുന്ന് കാണുന്നതാണ്. അല്ലാണ്ട് ഇരുന്നിട്ട് എനിക്ക് തോന്നുന്നില്ല ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഇരുന്ന് ഒരു ബോറും അടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്നു. ഒരു കംപ്ലീറ്റ് ഒരു വെരി ആവറേജ് മൂവി ഒരു 5 out of 10 ഒക്കെ കൊടുക്കാം. എനിക്ക് തോന്നുന്നു അതൊക്കെ കൊണ്ടാണ് ബേസിക്കലി ആ ഒരു സമയത്ത് ഈ സിനിമ ഇറങ്ങിയപ്പോൾ നോർമൽ ഓഡിയൻസിൻ്റെ റിവ്യൂസൊക്കെ ഓൾമോസ്റ്റ് ഒരു ഇത്തരത്തിൽ തന്നെ ആയിരുന്നു തിയേറ്ററിൽ നിന്ന് കാണുന്ന സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം. സോ ഇതൊക്കെയാണ് എനിക്ക് ഈ മോളിവുഡ് ടൈംസിനെ കുറിച്ച് പറയാനുള്ളത്. മുകുന്ദനുണ്ണി അസോസിയേറ്റ് ഒരു നല്ല സിനിമയായിരുന്നു. അത് OTT കണ്ടത്. സംതിങ് ഡിഫറെൻറ്റ്. കർമ്മേനെയൊക്കെ ഊക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതും അതൊക്കെ തന്നെ ഇതിലും അതേ പോയിന്റ്സും പാർട്ടൊക്കെ ഉണ്ടായിരുന്നു. കർമ്മേനെ ഊക്കുക,
അങ്ങനത്തെ ഒക്കെ കുറച്ച് സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതൊന്നും കൊണ്ട് കുറേ കാലം ഈ സ്റ്റോക്ക് ഉന്തി കൊണ്ടുപോകാൻ പറ്റൂല സംഭവം. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമ കണ്ടതിൻ്റെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ സിനിമ ഉണ്ട്, തീർച്ചയായിട്ടും പോയിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കമൻസ് ആയിട്ട് ഇടും. So we'll come with another video next time. Until then, take care and bye bye guys.